ഈ ഒരു വ്യക്തി മാത്രമേ അങ്ങനെ ക്ലെയിം ചെയ്യുന്നു. അങ്ങനെ പോയി വന്ന്, അതായത് ദൈവത്തെ കണ്ടിട്ട് വന്ന്, എനിക്ക് വളരെ ലിമിറ്റഡ് നോളജേ ഉള്ളൂ, മാനവികതയ്ക്കോ മനുഷ്യ സമൂഹത്തിനോ അല്ലെ സ്പിരിച്വാലിറ്റിക്കോ ഗുണമുള്ള ഒരു കാര്യം പോലും ഈ ഇയാളോട് പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇന്നും നമുക്ക് മാനവികത, ഇന്നത്തെ മനുഷ്യനെ ഏറ്റവും അത്യന്താപേക്ഷിതമായ മാനവികതയിലോ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് നിലനിൽപ്പിനോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു റിലേഷനോ ഒന്നും ഈ അള്ളാഹിനെ കണ്ടിട്ട് പിന്നെ എന്തിനാണ് പോയത്? ഒന്നും കൊടുക്കാതെ ഈ 50 പ്രാവശ്യം ഇത് പറയാനായിട്ടാണ് വിളിച്ചത്, അല്ലെങ്കിൽ ഇവരെ കാണിക്കാനാണ്. ഇയാൾ കണ്ടതുകൊണ്ട് എന്താണ് ഗുണമിരിക്കുന്നത്? കാരണം ഇത്രയും യുണീക്കായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് സമൂഹത്തിന് വേണ്ടി മുഴുവനാണല്ലോ ഇത് ചെയ്തത്. അങ്ങനെയുള്ള ഒന്നും ഈ സംഭവത്തിലൂടെ ഇയാൾ കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ യാത്രക്ക് യാതൊരു ഗുണവും ഇല്ല മനുഷ്യന്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതാണ് എന്തെങ്കിലും ഒരു ഗുണം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ സമയം, അവരുടെ ഡേറ്റ, അവരുടെ ഫോണ്, അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ ചർച്ചയ്ക്ക് അവർ വരുമ്പോൾ, കേൾക്കുമ്പോൾ, പങ്കെടുക്കുമ്പോൾ, അതല്ലെങ്കിൽ പിന്നീട് അവർ കേൾക്കുമ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും പുതിയതായിട്ട് അവർക്കൊന്ന് കിട്ടണം. അവരുടെ സമയം വേസ്റ്റ് ആകരുത് എന്നത് നമ്മുടെ ലോജിക്കാണ്. അതുപോലെ അള്ളാഹുവിനൊരു ലോജിക്ക് ഉണ്ടാകണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇസ്ലാമിക വിശ്വാസപ്രകാരം അള്ളാഹുവിനെ നേരിട്ട് കണ്ട വ്യക്തിയാണ് പ്രവാചകൻ എന്നാണ് ഇസ്ലാമിക ചരിത്രം ചിത്രീകരിക്കുന്നത്. പിന്നെ അതിന് തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഇനി നോക്കിക്കോ, ഇസ്ലാമിക വിശ്വാസപ്രകാരം തന്നെ ഈ ലോകത്ത് വെച്ചിട്ട് ഒരാൾക്കും അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ സാധിക്കില്ല എന്ന് ഖുർആൻ തന്നെയാണ് പറയുന്നത്. ഖുർആനിൽ പറയുന്നതിനനുസരിച്ചിട്ട് മൂസാ നബി അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അള്ളാഹു പറഞ്ഞത് 7:143 മറ്റോ ആണെന്ന് തോന്നുന്നു, നിനക്ക് എന്നെ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത്രയ്ക്ക് ഒളിച്ചിരിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു രൂപത്തിൽ സ്വന്തം സൃഷ്ടികൾക്ക് മുമ്പിൽ പോലും വരാൻ പറ്റാത്ത ഒരുപാട് ന്യൂനതകളുള്ള, ഒരുപാട് ദൗർബല്യങ്ങളുള്ള ഒരു പടച്ചോനാണ് താനെന്ന് അള്ളാഹു വ്യക്തമാക്കി കൊടുക്കുകയാണ്. അപ്പോ ഇത് നമുക്ക് മനസ്സിലാകും. നബിയുടെ ദർശനത്തെ സംബന്ധിച്ച വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ പ്രവാചകന്റെ ഭാര്യയായിട്ടുള്ള ആയിഷ പറഞ്ഞത്, അള്ളാഹുവിനെ കണ്ടു എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ വലിയ ഒരു കള്ളം പറയുകയാണ്. പ്രവാചകൻ അള്ളാഹുവിനെ കണ്ടിട്ടില്ല, ജിബ്രീൽ എന്ന മാലാഖയാണ് കണ്ടത് എന്നാണ് ആയിഷ പറയുന്നത്. ഇപ്പോൾ ഇബ്നു അബ്ബാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് പ്രവാചകൻ അള്ളാഹുവിനെ കണ്ടു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇത് കണ്ണുകൊണ്ട് കണ്ടതല്ല, മറിച്ച് ഹൃദയം കൊണ്ട് കണ്ടതാണ്. ഇനിയും എന്തോ കൊണ്ട് കണ്ടതാണെങ്കിലും ശരി, ലോകത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നതാണ് സഹോദരന്റെ ചോദ്യം. ഇല്ല. പോട്ടെ, ഈ ഖുർആൻ പഠിച്ചതുകൊണ്ട് ലോകത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടോ? ഞാനിപ്പോൾ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ജീവിക്കുന്നു. പർദ്ദയും മക്കനയും ഇട്ട് നമസ്കരിച്ച് സക്കാത്ത് കൊടുത്ത് നോമ്പ് പിടിച്ച് മക്കയിൽ പോയി കുത്തിമറിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ അതുകൊണ്ട്? ഈ കിതാബ് കൊണ്ട് ലോകം മുഴുവനും ഭീകരാക്രമണങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും പൊട്ടിത്തെറികളും കഴുത്തുപോകലും കയ്യും കാലും പോകലും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇന്നലെ ഞങ്ങൾ അർമേനിയൻ വംശഹത്യയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഭയന്നുപോയി. പലരും ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനാകാൻ സാധിക്കുമോ? സാധിക്കും. ഈ പുസ്തകം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമാണത്. മനുഷ്യനെ പച്ചയ്ക്ക് നിർത്തി ഈർച്ചവാൾ കൊണ്ട് ഈർന്നെടുക്കാൻ ഇവർക്ക് സാധിക്കും. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം എതിരെയുള്ളത് അമുസ്ലിമ. അവന്റെ തല പോയാലും കൈ പോയാലും കാല് പോയാലും അത് മതത്തിനു വേണ്ടിയാണ്, എൻ്റെ ബാധ്യതയാണ് എന്ന് ചിന്തിക്കണം. ഇപ്പൊ പ്രവാചകൻ മിഅ്റാജ് യാത്രയിൽ അള്ളാഹുവിനെ നേരിൽ കണ്ടു എന്നതിന് ഖുർആനിൽ ഒരു തെളിവുമില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടു എന്നാണ് 53-ാം അധ്യായത്തിന്റെ 18 അള്ളാഹു പറയുന്നത്. ഇനിയും നമുക്ക് നമ്മുടെ ആംഗിളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ, ഇപ്പൊ പടച്ചോൻ എന്നെ സൃഷ്ടിച്ചു, പടച്ചോൻ തരുന്ന ബുദ്ധി കൊണ്ട് പടച്ചോൻ വിചാരിക്കുന്നത് പോലെയല്ലേ എനിക്ക് ചിന്തിക്കാൻ പറ്റൂ പടച്ചോനെ കുറിച്ച് വിശ്വസിക്കുന്ന ആളുകളോട്. അപ്പോ ദൈവം എന്ന് പറഞ്ഞാൽ, പടച്ചോൻ എന്ന് പറഞ്ഞാൽ പരിധിയില്ലാത്തവനാണെന്നാ പറയുക. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പരിമിതി ഉള്ളവനാണെന്നാ പറയുക. അതായത് ഒരു മനുഷ്യൻ എങ്ങനെ പടച്ചോനെ കാണും? ഇത് ദൈവികത എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വസ്തുതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം ദർശനങ്ങളെ പ്രവാചകന്റെ സ്ഥാനം ഉയർത്താൻ പിൽക്കാലത്ത് കഥകളായിട്ട് ഒരുപാട് കെട്ടുകഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? അള്ളാഹുവിനെ ഒന്ന് കാണാൻ പറ്റും.
എനിക്ക് അയാളെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല, അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യവുമില്ല. പിന്നെ ഹൗദൽ കൗസറിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടും. ആ വെള്ളത്തിനകത്ത് എന്താ തേനോ മധുരമോ ഉണ്ടോ? അതൊക്കെ ഇവിടെയും ഉണ്ടല്ലോ, നമ്മുടെ പച്ചവെള്ളത്തിൽ ഒഴിച്ചാലും കിട്ടും. മതി. നബിയുടെ തൃക്കല്യാണം കാണാൻ പറ്റും. ആ വൃത്തികെട്ട കല്യാണം കാണാതിരിക്കലാണ് നല്ലത്. പിന്നെ 72 ഹൂറികളെ കിട്ടും. എനിക്കങ്ങനെ ഹൂറികളോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല. അപ്പോൾ എനിക്ക് അതൊന്നും വേണ്ട, അതൊന്നും ലോജിക്കുള്ളതല്ലാത്തത് കൊണ്ട് എനിക്കത് വേണ്ട, ഒരു ഗുണവുമില്ല. ഇപ്പൊ പടച്ചോനെ കാണുക, പടച്ചോന്റെ കല്യാണം നബിയുടെ കല്യാണം കൂടുക, ഹൗദൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കുക, ഇതൊക്കെ കൊണ്ട് ലോകത്തിന് എന്ത് ഗുണമാണുള്ളത് എന്ന ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുഹമ്മദ് നബി അള്ളാഹുവിനെ നേരിട്ട് കണ്ടാലും ഇല്ലെങ്കിലും ഈ ഇസ്രാ മിഅ്റാജ് എന്ന യാത്ര കൊണ്ട് ലോകത്തൊരു പുൽക്കൊടിക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്നുമില്ല. ഇവര് പറയുന്ന അത്ഭുതം, ദർശനം, പ്രവാചകന് അങ്ങനെയൊക്കെ പറ്റും, സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ കണ്ട ഉടനെ ചാടി പുറത്ത് കയറിയിട്ട് കക്ഷി അങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത്. ഇത് പ്രായോഗികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് അസ്വാഭാവികതകൾ കാണുന്നുണ്ട്, ഇല്ലോജിക്കലായിട്ടുള്ള വശങ്ങളുണ്ട്. ഈ മിഅ്റാജ് യാത്രയുടെ ഏറ്റവും വലിയ പ്രായോഗിക ഫലമായിട്ട് വിശ്വാസികൾ പറയുന്നത് 5 നേരത്തെ നമസ്കാരം കിട്ടി എന്നാണ്. 5 അല്ല 50 കിട്ടിയത്. ഈ 50 നേരമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും പൊട്ടിത്തെറികളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഇവന്മാർക്ക് കുനിഞ്ഞിട്ട് നൂരാൻ സമയം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉച്ചയും കുത്തിമറിയൽ ഒരു വ്യായാമമായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് ഒരു ഗുണവുമില്ല. ഒരു വിശ്വാസി രാവിലെ എഴുന്നേൽക്കുന്നു, അയാൾ പള്ളിയിൽ പോകുന്നു, നമസ്കരിക്കുന്നു, തിരിച്ചു വരുന്നു, ജോലി ചെയ്യുന്നു. ഒരു തൂപ്പുകാരൻ രാവിലെ എഴുന്നേൽക്കുന്നു, റോഡ് മുഴുവനും അടിച്ചു വരുന്നു. ഞാൻ ആ തൂപ്പുകാരനിലാണ് നന്മ കാണുന്നത്. കാരണം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ് അയാൾ ചെയ്യുന്ന കർമ്മം, മറ്റയാൾ ചെയ്യുന്നതോ ഒരു ഉപകാരവുമില്ല. അപ്പോ പ്രവാചക പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ കാലഘട്ടങ്ങളിലായി പ്രവാചകന്മാർക്ക് നേതൃത്വം നൽകി നമസ്കരിച്ചതിലൂടെ പ്രവാചകത്വം എന്നത് ഒരു തുടർച്ചയാണെന്നും എല്ലാ പ്രവാചകന്മാരും പടച്ചോനെയാണ് ആരാധിച്ചിരുന്നതെന്നുമുള്ള ഒരു സന്ദേശം ഈ യാത്രയിൽ പ്രവാചകന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിന് ഒരു ഗുണവുമില്ല. ഇനി 17-ാം അധ്യായത്തിന്റെ 1 പരാമർശിച്ചതുപോലെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു യാത്ര, അതിനും ലോകത്തിനൊരു ഗുണവുമില്ല. അതായത് സ്വർഗവും നരകവും കണ്ടു, 7 ആകാശങ്ങൾ കണ്ടു, അവിടെ മുൻകാലത്തുള്ള പ്രവാചകന്മാരൊക്കെ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ഇയാൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. എല്ലാം അത്ഭുതങ്ങളാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഒരു ഗുണവുമില്ല. അതായത് സ്വർഗം, നരകം, പരലോകം, വിചാരണ, ഇതൊക്കെ നബി കാണുന്നു, അറിയുന്നു. മനുഷ്യരിൽ ഭയം ഉൽപ്പാദിപ്പിക്കുക എന്നതല്ലാതെ, ആ ഭയം ഉൽപ്പാദിപ്പിച്ചിട്ട് ഇസ്ലാമിനെ പിടിച്ചു നിർത്താൻ ആ കാലം മുതൽ ഇക്കാലം വരെ എപ്പോഴും ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിത്വ ബോധം എന്താണ് എന്ന് വികസിപ്പിക്കാനോ അയാളുടെ ഉത്തരവാദിത്വ ബോധം എന്താണ് എന്ന് മനസ്സിലാക്കാനോ രാജ്യത്തിന്, ലോകത്തിന്, നാടിന്, കുടുംബത്തിന്, കൂട്ടുകാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കി ജീവിക്കണമെന്നോ അവനെ ഉപദ്രവിക്കരുതെന്നോ ഒരു സന്ദേശം ഇതിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇനിയും ഇത്തരം അത്ഭുതകരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ സ്ഥിരീകരിക്കാൻ ഇവർക്ക് കഴിയാതെ വരുമ്പോൾ വിശ്വാസത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഇവർ മുന്നോട്ട് പോകാൻ നിർബന്ധിതരാകുവാണ്. അതുകൊണ്ട് ഈ യാത്ര കൊണ്ട് ലോകത്തിന് ആധുനികമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു നേട്ടമോ ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു അറിവോ ഒരു വ്യക്തിത്വ വികാസമോ ഒന്നും ലഭിച്ചിട്ടില്ല. മതം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം ധാർമ്മികമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാനോ ഒരു മൊറാലിറ്റി ഒരു വ്യക്തിയിൽ ഉൽപ്പാദിപ്പിക്കാനോ സാധിക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അല്ല. അവിടെ ഉണ്ടോ? ഡ്രൈവ് ചെയ്യാം. ടീച്ചർ നന്നായിട്ട് പുറത്ത് പോരുന്ന കേട്ടോണ്ടിരിക്കുകയാണ്. ഏതായാലും താഴെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷെ ആരും വരുന്നില്ല. ഞാന് ഈ ഒരു പോയിന്റും കൂടി, അതായത്
ഇത് പറഞ്ഞോളൂ ഇസ്ലാം പറഞ്ഞോളൂ. എന്താണ്, ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് എന്ന് അധികം ആളുകൾക്കും അറിയില്ല, മുസ്ലിങ്ങൾക്ക്. പക്ഷേ ഈ പൊട്ടിത്തെറിക്കാൻ പോകുന്നവർക്ക് അറിയാം, ഞാൻ പൊട്ടിത്തെറിച്ചാൽ അപരന്റെ കഴുത്തെടുക്കാൻ പോകുന്നവർക്കറിയാം ഞാനത് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഗുണം എന്താണ് എന്നവർക്കറിയാം. ഈ പുസ്തകത്തിനകത്ത് എന്തുണ്ട് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം എന്താണ് എന്നവർക്കറിയാം. സ്വർഗത്തെക്കുറിച്ച് ചോദിച്ചാൽ കഴുത്തിനു ചുറ്റും ഇവർക്ക് നാവായിരിക്കും. തീവ്രവാദത്തിന്റെ ഭീകരമായ മുഖം പലപ്പോഴും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ മുസ്ലിം സമുദായത്തെ തന്നെയാണ്. അതായത് അവരാണ് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കപ്പെടുന്നത്. ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അതായത് തീവ്ര വിശ്വാസികൾ ചെയ്തു കൂട്ടുന്ന പല വിഷയങ്ങൾക്കും ഇരകളാക്കപ്പെടുന്നത് മറ്റുള്ളവർ കൂടിയാണ്. ഇതൊരു വസ്തുതയാണ്. അതായത് നമുക്കിപ്പോ ലോകം മുഴുവനുമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തീവ്രവാദ ആക്രമണങ്ങളിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളുണ്ട്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഇറാൻ, പാകിസ്ഥാൻ ഒക്കെ എടുത്താൽ ഇവരൊക്കെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. ഇവിടെയൊക്കെ ഭീകരവാദികൾ ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾ നടത്തിയത് മുസ്ലിങ്ങൾക്കെതിരെയായിരുന്നു. എന്തിന്റെ പേരില? വിശ്വാസത്തിന്റെ പേരില. ഇപ്പൊ ആയത്തുള്ള അലി ഖുമേനി ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളെയാണ് സ്വന്തം രാജ്യത്ത് ജയിലുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചത്. എന്തിനാ? ഭരണകൂട ഭീകരതയ്ക്കെതിരെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ. അവസാന കാലഘട്ടത്തുണ്ടായിരുന്ന സിഫീൻ, ജമല് പോലെയുള്ള യുദ്ധങ്ങളിൽ കൊന്നതും കൊല്ലപ്പെട്ടതും ഇസ്ലാം മതവിശ്വാസികൾ തന്നെയായിരുന്നു. അപ്പോ തീവ്രവാദത്തിന്റെ പേരിൽ മതം ഉപയോഗിക്കാൻ ഗ്രന്ഥം പറഞ്ഞതാ. ഈ നമ്മൾ ഈ ഇസ്ലാം മത വിശ്വാസികൾ പറയുന്നത് ചില വചനങ്ങൾ അവർ വളച്ചൊടിച്ച്, ഒന്നും വളയ്ക്കണ്ട, വളയ്ക്കാനുമില്ല, ഒടിക്കാനുമില്ല, പെയിന്റ് അടിക്കാനുമില്ല, വ്യാഖ്യാനിക്കാനുമില്ല. ഖുർആൻ 9-ാം അധ്യായം 111-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, അതിന് പകരമായി നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ എനിക്ക് നൽകണം. എന്തിന്? കൊല്ലണം, കൊല്ലപ്പെടണം. ഇങ്ങനെ പറയുന്ന ഒരു സൈക്കോ പടച്ചോനാണ് ഇതിനകത്തുള്ളത് എന്ന് ഇവര് മനസ്സിലാക്കാതെ അള്ളാഹുവിനു വേണ്ടി കൊല്ലുക, കൊല്ലപ്പെടുക, നമുക്ക് സ്വർഗം തരാം. അല്ലടാ, നിന്നെ കൊല്ലാതെയും നിന്റെ കൈ കൊണ്ടൊരാൾ കൊല്ലപ്പെടാതെയും ഇസ്ലാമിനെ വളർത്താൻ അള്ളാഹുവിന് പറ്റില്ലേ എന്ന ഒരു ചോദ്യം ഇവരൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോ ഈ മുസ്ലിം പണ്ഡിതന്മാരും സാധാരണക്കാരും നിരന്തരം ഈ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്നും അക്രമത്തിന് പിന്നിൽ ഇസ്ലാം അല്ലെന്നും അതിൽ സ്ഥാനമില്ല എന്നും ഇവർ പറഞ്ഞിട്ട് ഇത് ഇസ്ലാമോഫോബിക് ആയിട്ടാണ് ഇവർ കാണുന്നത്. ഇസ്ലാമിൽ ഫോബിയ ഇല്ല, ഇസ്ലാമിൽ പച്ചയായിട്ടുള്ള ഫിയർ മാത്രമേ ഉള്ളൂ. ഇല്ലാത്ത ഒരു ഭയത്തെ ഉണ്ട് എന്ന് കാണിക്കുന്നതിനാണ് ഫോബിയ എന്ന പദം ഉപയോഗിക്കുന്നത്. ഇവിടെ ഫിയർ ആണ്. ഇസ്ലാം ആകെ മൊത്തം ടോട്ടൽ ഭയമാണ് ഉൽപ്പാദിപ്പിക്കുക. ഇസ്ലാം പ്രഭയാണ് എന്ന് പറയാനുള്ള കാരണം അത് അപ്രലോഭനവും ഭീഷണിയും. ഇപ്പോ കുറച്ചാളുകൾ നടത്തുന്ന അക്രമങ്ങൾ, മൊത്തവും സമുദായത്തെയും നിങ്ങൾ എന്തിനാണ് സംശയത്തിന്റെ മുൾമുനയിൽ കാണുന്നത് എന്ന ഒരു ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. ആ ചെറിയ വിഭാഗത്തെ മാറ്റി നിർത്താൻ, അവര് ചെയ്യുന്നത് തെമ്മാടിത്തരമാണെന്നും രാജ്യവിരോധമാണെന്നും പറയാൻ എന്തുകൊണ്ട് ഭൂരിപക്ഷം തയ്യാറായി വരുന്നില്ല? അതുകൊണ്ടാണ് നിരപരാധികൾ എന്ന് പറയുന്ന ഈ ഭീകരവാദികൾക്ക് സൈലന്റ് ആയിട്ടെങ്കിലും പിന്തുണ പ്രഖ്യാപിക്കുന്ന ആളുകൾ കൂടി ഈ ബുദ്ധിമുട്ടിൽ ഭാഗവാക്കാകുന്നത്. അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സ്വൈര ജീവിതത്തെ ഇത് സാരമായി ബാധിക്കുന്നത് നിങ്ങൾ അവരോട് ചെയ്യുന്ന പിന്തുണയും നിങ്ങളുടെ മൗനവും കൊണ്ടാണ്. ഭീകരവാദികളുടെ അക്രമത്തിന് നേരിട്ടിരയാകുന്നതിനോടൊപ്പം ഈ അക്രമത്തിന്റെ പേരിൽ ലോകത്തിന് മുമ്പിൽ കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെടേണ്ടി വരുന്ന ഇരട്ട ദുരന്തമാണ് പലപ്പോഴും മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ തുറന്ന് കാണിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഗുണകരമാണ്. നിങ്ങളത് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കത് ചെയ്യേണ്ടി വരുന്നത്. തീവ്രവാദത്തെ മതത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ പ്രശ്നമായിട്ട് കാണുന്നത് ഇതിന്റെ അന്തസ്സത്തെ അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥം മുറുകെ പിടിച്ച് ഒരു കയ്യിൽ കിതാബും ഒരു കയ്യിൽ ആയുധവും വായിൽ അല്ലാഹു അക്ബറും പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു ആഗോള വിപത്തായിട്ട് ലോകം മുഴുവനും ഭീഷണിയിൽ അകപ്പെട്ടത് ഈ ഗ്രന്ഥം കാരണമാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഭീകരതകൾക്കെതിരെ മറ്റു മുസ്ലിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല?
അവരെന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല? കാലോചിതമായിട്ട് ഈ പുസ്തകം പരിഷ്കരിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റത്തിരുത്തലുകൾ വേണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? മതഗ്രന്ഥം എന്ന നിലയിൽ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന് എന്തുകൊണ്ടാണ് ഇത്രയധികം വ്യാഖ്യാനങ്ങൾ വേണ്ടി വരുന്നത്? ലോകം മുഴുവനും എന്തുകൊണ്ടാണ് ഈ മതം ഉപേക്ഷിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നതും ഈ ഗ്രന്ഥം ചർച്ചയാകുന്നതും എന്തുകൊണ്ടാണ്? അപ്പോ ഈ ആശങ്ക ഇസ്ലാം മതവിശ്വാസികൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ഒന്ന്, ഏത് പുരോഗമന ഗ്രന്ഥത്തെയും പോലെ തന്നെ ഈ ഗ്രന്ഥം പുരോഗതിയുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. ഈ മതഗ്രന്ഥങ്ങളിലെ വരികൾ എന്തുകൊണ്ടാണ് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്? അള്ളാഹു സംരക്ഷിക്കാത്തത് കൊണ്ടല്ലേ? അള്ളാഹു നേരാവണ്ണം പറയേണ്ടതുപോലെ പറഞ്ഞിങ്ങി വിട്ടിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പോ സമാധാനപരമായിട്ടുള്ള മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച്, സഹവർത്തിത്വത്തെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച് ഈ ഗ്രന്ഥം എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? മനുഷ്യരെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കൂ എന്ന് പറയുന്ന ഒരു വചനം ഈ കിതാബിലില്ല. മറിച്ച് ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ അവരെയാണ് പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞത്. ഇന്ന മന്നാസു ഇഖ്വ എന്ന വചനം ഖുർആനിലില്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന വചനമുണ്ട്. മറിച്ച് മനുഷ്യരെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക, കൊണ്ടും കൊടുത്തും പങ്കുവെച്ചും ജീവിക്കുക എന്ന് പറയുന്ന ഒരു വചനം ഇതിനകത്തില്ല. ഈ വ്യാഖ്യാനങ്ങളുടെ ഏറ്റുമുട്ടലുകൾ പലപ്പോഴും സംഘർഷങ്ങൾക്ക് കാരണമാകുന്നതും ഇസ്ലാം പ്രതിക്കൂട്ടിൽ തുണിയില്ലാതെ നിൽക്കേണ്ടി വരുന്നതും ഇത്തരം ആശയങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ്. മിക്ക മതഗ്രന്ഥങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അന്നത്തെ യുദ്ധ സാഹചര്യങ്ങളും സാമൂഹിക വ്യവസ്ഥയും ഒക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ പ്രസക്തി എന്താണ് എന്ന് നിങ്ങൾ തന്നെ പറയണം. ആ കാലഘട്ടത്തിലെ യുദ്ധങ്ങളിലെയും നിയമങ്ങളിലെയും ആധുനിക കാലഘട്ടത്തിലെ സമാധാനപരമായിട്ടുള്ള സമൂഹത്തിന് അത് സാരമായി ബാധിക്കുമ്പോൾ വലിയ രൂപത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മതം മാത്രം പലപ്പോഴും തീവ്രവാദത്തിന് കാരണമാകുന്ന ഒരു ഗ്രന്ഥം പലപ്പോഴും എതിർഭാഗത്ത് വില്ലനായി നിൽക്കുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അധികാര പോരാട്ടമായിരുന്നാലും, സാമ്പത്തിക അസമത്വമായിരുന്നാലും, രാഷ്ട്രീയ അസ്ഥിരതയാണെങ്കിലും, അടിച്ചമർത്തലുകളായിരുന്നാലും, ഇതെല്ലാം മതപരമായിട്ടുള്ള വികാരങ്ങൾ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിയുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഭൂരിഭാഗം മതവിശ്വാസികളും സമാധാനപരമായിട്ടുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് ഞങ്ങളും വിശ്വസിക്കാം. മറ്റുള്ളവരെ നിങ്ങൾ വിമർശിക്കാൻ തയ്യാറായാൽ, തീവ്രവാദപരമായിട്ടുള്ള നിലപാടുകൾ വെച്ചു പുലർത്തുന്ന ചെറിയ ഒരു വിഭാഗം മതത്തിന്റെ പേരിൽ അക്രമങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളതല്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകണമെങ്കിൽ ആ ഗ്രന്ഥത്തിൽ അത് ഉണ്ടാകരുത്. ഇന്ന് നിങ്ങളുടെ മൗനം ആ ഗ്രന്ഥത്തിൽ അതുണ്ട് എന്ന് നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ്.